ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ചെറിയൊരു ഡെസ്ക് മേക്ക് ഓവർ ചെയ്യാം. മേക്ക് ഓവർ എന്നൊന്നും പറയാൻ പറ്റില്ല, ഇങ്ങനെ അലങ്കോലമായിട്ട് കിടക്കുന്നതിനെ നമ്മളൊന്ന് അടുക്കി പറക്കി വെക്കുന്നു. സിമ്പിളായിട്ട് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ഇങ്ങനെ ഇപ്പോൾ ധൃതിപ്പെട്ട് ഇതൊക്കെ ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എക്സാമായി ഡിസംബർ 2 മുതൽ ജനുവരി 6 വരെയാണ് എക്സാം. ഒരു വലിയ ലോങ് പ്രോസസ്സായിരിക്കും. കാരണം ഞാൻ MBA ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ഇഗ്നൂലാണ് ഡിസ്റ്റൻ്റ് ആയിട്ടാണ് MBA ചെയ്യുന്നത്. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ജോയിൻ ചെയ്തതാണ്. പിന്നെ ഞാനത് ഫസ്റ്റ് സെമസ്റ്ററിലെ എക്സാം മാത്രമേ ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഫസ്റ്റ് സെമസ്റ്റർ എന്ന് പറയാൻ പറ്റില്ല, കാരണം ഞാൻ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ 7 എക്സാംസ് അല്ല, എല്ലാത്തിൽ നിന്നും മിക്സ് ചെയ്തിട്ട് ടോട്ടൽ ഒരു 9 സബ്ജക്ട്സ് മാത്രമേ ക്ലിയർ ചെയ്തിട്ടുള്ളൂ. ബാക്കി ഒരു സബ്ജക്റ്റും ഞാൻ എഴുതിയിട്ടില്ല. അപ്പോൾ എന്തായാലും എല്ലാം ക്ലിയർ ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം ഞാൻ 2023 ജോയിൻ ചെയ്തതാണ്, ഇപ്പോൾ 2026 ആവാറായി. സോ എല്ലാം എനിക്ക് ക്ലിയർ ചെയ്യണം. അപ്പോൾ 18 സബ്ജക്ട്സ് ഞാൻ ഒരുമിച്ചാണ് എഴുതാൻ പോകുന്നത്. ഇഗ്നൂവിൽ MBA ചെയ്യുന്ന HR MBA ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അവർക്ക് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ, ഞാൻ എക്സാമിന് എഴുതാൻ പോകുന്ന സബ്ജക്റ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ഇതിനകത്ത് ഷെയർ ചെയ്യും ഈ വീഡിയോയിൽ. ഇതൊരു സീരീസ് ആയിട്ട് ചെയ്താലോ എന്ന് ഞാനിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ ആർക്കെങ്കിലും അതിനോട് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നതിന് മുമ്പും ആദ്യം ചെയ്യുന്ന ഒരു കാര്യം, എൻ്റെ സറൗണ്ടിങ് കുറച്ചും കൂടി എന്തെങ്കിലും ഒരു ഡിഫറൻസ് വരുത്താൻ നോക്കും. അതുകൊണ്ടാണ് ആദ്യം തന്നെ ടേബിൾ ഒന്ന് ചേഞ്ച് ചെയ്ത് വേറെ പൊസിഷനിലിട്ടത്. ആൻഡ് അതുപോലെ ഞാൻ ഇവിടെ ടൈം ടേബിളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. എക്സാമിൻ്റെ ടൈം ടേബിൾ വന്നിട്ടുണ്ട്, അതെല്ലാം എഴുതിയിട്ടുണ്ട്. പിന്നെ എത്ര ബ്ലോക്ക് യൂണിറ്റ് ഏതൊക്കെയാണ് അതെല്ലാം എഴുതിയിട്ടുണ്ട്. അതുപോലെ ഇനി എത്ര ഡേയ്സ് ഉണ്ട് എക്സാമിന് എന്നുള്ളതും ഞാൻ ഇതിനകത്ത് എഴുതി ഒട്ടിച്ചിട്ടുണ്ട്. കാരണം അത് കാണുമ്പോൾ പെട്ടെന്ന് തീർക്കണം, എല്ലാം ക്ലിയർ ചെയ്യണം എന്നുള്ളൊരു തോന്നലുണ്ടാവുമല്ലോ. ഞാനിപ്പോൾ കാണിക്കുന്നത് എൻ്റെ അക്കൗണ്ടിങ്ങിൻ്റെ ടെക്സ്റ്റാണ് കേട്ടോ. എൻ്റെ ദൈവം, എനിക്ക് ഏറ്റവും കൂടുതൽ ടഫായിട്ടുള്ള ഒരു സബ്ജക്റ്റാണത്. അപ്പോൾ അത് പഠിക്കണം, അത് എന്തായാലും ഇത്തവണ ക്ലിയർ ചെയ്യണം. ഇത് മാത്രമല്ല കേട്ടോ, ഇനി ഒരുപാട് ടെക്സ്റ്റ് ഉണ്ട്. ഇനി 8 സബ്ജക്ട്സിൻ്റെ ടെക്സ്റ്റും കൂടെ ഉണ്ട്. ഞാനിപ്പോൾ ഇത്ര മാത്രമേ ഇവിടെ വെക്കുന്നുള്ളൂ. പിന്നെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വെച്ചിട്ട്, ഓൾറെഡി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതൊക്കെ വെച്ചിട്ട് ഞാൻ ഡെസ്ക് ഒന്ന് മേക്ക് ഓവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഇഗ്നൂൽ MBA ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ യൂസ്ഫുൾ ആവുന്ന രീതിയിൽ ഞാൻ മാക്സിമം എല്ലാം ഷെയർ ചെയ്യാൻ ട്രൈ ചെയ്യാം. അപ്പോൾ താങ്ക് യു. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.